എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 095/2023 കേരാഫെഡ് അസിസ്റ്റന്റ് എക്സാമിനെ മുൻനിർത്തി നടത്തുന്ന ഫ്രീ വെബ് സീരീസ് ഡിസ്കഷൻ ക്ലാസ്സിലെ മൊഡ്യൂൾ 4 അതുപോലെ മൊഡ്യൂൾ 5 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്പ്യൂട്ട് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഇതിൽ നിന്നും ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ഡാഷ് ഓഫ് KCS ആക്ട്. DCB ബ്രാഞ്ച് മാനേജർക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 58B, ഓപ്ഷൻ ബി സെക്ഷൻ 74A, ഓപ്ഷൻ സി സെക്ഷൻ 70A, ഓപ്ഷൻ ഡി സെക്ഷൻ 81. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 70A. അപ്പോൾ ആർബിട്രേഷൻ കോർട്ടിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത് റൂളിലാണ്. റൂള് 67 സബ് റൂൾ 4 അത് വരുന്നത്. റൂൾ 67 എന്ന് പറയുന്നത് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു അപ്പോയിൻറ്റ് ഓഫീസേഴ്സ് ടു അസിസ്റ്റ് ദ എംപ്ലോയീസ് ഇൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഡെപ്യൂട്ടി ജനറൽ മാനേജർ KSCART ബാങ്കിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിക്വിഡേറ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ബി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് സൊസൈറ്റി, ഓപ്ഷൻ ഡി ജനറൽ ബോഡി ഓഫ് സൊസൈറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? എംപ്ലോയീസിനെ, അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. ഇത് മെൻഷൻ ചെയ്ത് വരുന്നത് സെക്ഷൻ 70A സബ്സെക്ഷൻ 4 അത് പ്രകാരം ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ അസിസ്റ്റ് ചെയ്യുന്നതിനായി സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൽ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ എ സിവിൽ കോർട്ട് അണ്ടർ ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ് മാറ്റേഴ്സ്. KSCART ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The summoning and enforcing the attendance of any defendant or witness and examining the witness on oath. Statement രണ്ടാമത്തത്, the discovery and production of any document or other material object producible as evidence. Statement 3, the reception of evidence on affidavits. Statement 4, issuing any commission for the examination of any witness. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ all of the above 1, 2, 3 and 4. Option B only 1, 2, 3. Option C only 2, 3, 4. Option D only 2 and 4. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആർബിട്രേഷൻ കോർട്ടിന് സിവിൽ കോർട്ടിൻ്റെ അതേ പവേഴ്സ് സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് വരുന്നത് ഏതെല്ലാം സിറ്റുവേഷനിലാണ്, താഴെ പറയുന്നവയിൽ ഏതിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. The summoning and enforcing the attendance of any defendant or witness and examining the witness on oath. Summoning എന്ന് വെച്ചാൽ വിളിച്ചു വരുത്തുക. ഏതെങ്കിലും നമ്മുടെ എതിർകക്ഷിയെയോ അല്ലെങ്കിൽ വിറ്റ്നസിനെയോ വിളിച്ചു വരുത്തി അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അവരെ കൊണ്ട് അവരെ എക്സാമിൻ ചെയ്യുക. അത് നമ്മുടെ സിവിൽ കോർട്ടിൻ്റെ പവറാണ്. അത് ആർബിട്രേഷൻ കോർട്ടിനും വരുന്നുണ്ട്. അതുകൊണ്ട് അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത്, ദ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെൻ്റ് ഓർ അതർ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആസ് പ്രൊഡ്യൂസബിൾ ആസ് എവിഡൻസ്. ഡിസ്കവറി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. അതും നമ്മുടെ ആർബിട്രേഷൻ കോർട്ടിൻ്റെ പവർ തന്നെയാണ്. ഇനി അഫിഡവിറ്റ്സ്, റിസപ്ഷൻ ഓഫ് എവിഡൻസ് ഓൺ അഫിഡവിറ്റ്സ്, സത്യവാങ്മൂലമായി കൊടുക്കുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുക. അതും ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഒരു പവർ തന്നെയാണ്. ഇനി അടുത്തത്, ഇഷ്യൂയിങ് എനി കമ്മീഷൻ ഫോർ ദ എക്സാമിനേഷൻ ഓഫ് എനി വിറ്റ്നസ്. വിറ്റ്നസിനെ നേരിട്ട് ചെന്ന് പരിശോധിക്കാനായിട്ട് അവരെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മീഷനെ ഏർപ്പാടാക്കുക. അത് സിവിൽ കോർട്ടിൻ്റെ പവർ തന്നെയാണ്. അത് നമ്മുടെ ആർബിട്രേഷൻ കോർട്ടിനുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൾ ഓഫ് ദ എബവ് ആണ് വരുന്നത്. ഇത് മെൻഷൻ ചെയ്ത് പറയുന്നത് സെക്ഷൻ 70 അവാർഡ്സ് ഓൺ ഡിസ്പ്യൂട്ട് ആണ്. അതിൻ്റെ അകത്ത് സബ്സെക്ഷൻ 3 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡീംഡ് ടു ബി ദ ഡിസ്പ്യൂട്ട് റെഫേർഡ് അണ്ടർ സെക്ഷൻ 69 സബ്സെക്ഷൻ 2 ഓഫ് KCS ആക്ട് 1969. നോൺ വൊക്കേഷണൽ ടീച്ചർക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? 69 എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടതാണ്. 69 സബ്സെക്ഷൻ 1ഉം 2ഉം ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ നടന്നാലാണ് തർക്കം എന്ന രീതിയിൽ നമ്മളുടെ സെക്ഷൻ ആക്ട് പ്രകാരം പരിഗണിക്കുന്നത് എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് സബ്സെക്ഷൻ 2വിൽ പെടുന്ന ഡിസ്പ്യൂട്ട് ആയി പരിഗണിക്കുന്ന കാര്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ബിറ്റ്വീൻ എ സൊസൈറ്റി ആൻഡ് മെമ്പർ ഓഫ് എ സൊസൈറ്റി അഫിലിയേറ്റഡ് ടു ഇറ്റ്. ഒരു സൊസൈറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത മറ്റൊരു സൊസൈറ്റിയിലെ മെമ്പേഴ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. ഇത് സബ്സെക്ഷൻ 1ലാണ് മെൻഷൻ ചെയ്ത് വരുന്നത്. അടുത്തത് ഓപ്ഷൻ ബി, ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എനി അതർ സൊസൈറ്റി. സൊസൈറ്റിയും മറ്റൊരു സൊസൈറ്റിയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അതും സബ്സെക്ഷൻ 1ൽ തന്നെയാണ് മെൻഷൻ ചെയ്ത് വരുന്നത്. ഓപ്ഷൻ സി, എനി ഡിസ്പ്യൂട്ട് എറൈസിംഗ് ഇൻ കണക്ഷൻ വിത്ത് എലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ഓഫ് ദ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ഓർ എനി ഓഫീസേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിൻ്റെ എലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്. ഇത് വരുന്നത് സബ്സെക്ഷൻ 2വിലാണ്. അടുത്തത് ഓപ്ഷൻ ഡി, between the society and any person other than a member of the society who has been granted a loan by the society. സൊസൈറ്റിയുടെ മെമ്പർ അല്ലാത്ത വ്യക്തിക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ, ആ നോൺ മെമ്പറുമായിട്ട് നടക്കുന്ന എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ ഇതും വരുന്നത് സബ്സെക്ഷൻ 1ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം സബ്സെക്ഷൻ 1ആണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, എലക്ഷൻ ഡിസ്പ്യൂട്ടാണ്. അപ്പോൾ എലക്ഷൻ ഡിസ്പ്യൂട്ട് സബ്സെക്ഷൻ 2വിലാണ്. അതേ രീതിയിൽ തന്നെയാണ് സെക്ഷൻ 80 പ്രകാരം നമ്മുടെ ഓഫീസേഴ്സിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 80. അത് പ്രകാരം എന്തെങ്കിലും പ്രമോഷൻ, ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട് പ്രമോഷനോ മറ്റോ എന്തെങ്കിലും തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും സബ്സെക്ഷൻ 2വിൽ തന്നെയാണ് മെൻഷൻ ചെയ്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എനി ഡിസ്പ്യൂട്ട് റേസ്ഡ് ടുവേർഡ്സ് ദ എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഫയൽഡ് ബിഫോർ ദ ഡാഷ്. CSEBക്ക് പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സിവിൽ കോർട്ട്. ഓപ്ഷൻ ബി, രജിസ്ട്രാർ. ഓപ്ഷൻ സി, ഗവൺമെൻറ്. ഓപ്ഷൻ ഡി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. എലക്ഷൻ്റെ ഡിസ്പ്യൂട്ട് ആർക്ക് മുമ്പാകെയാണ് ഫയൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ആസ് പെർ സെക്ഷൻ 69 സബ്സെക്ഷൻ 3ലാണ് ഇത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഓൺ റെസിപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് എ ഡിസ്പ്യൂട്ട് ഷാൽ പാസ് ആൻ അവാർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ്. പ്രീവിയസ് ആയിട്ട് PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 1 year, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി 2 years. അപ്പോൾ ആർബിട്രേഷൻ കോർട്ടിൻ്റെ കയ്യിൽ ഒരു റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അവർ എത്ര നാളിനകമാണ് ആർബിട്രേഷൻ കോർട്ട് അവാർഡ് പാസ്സാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 year, 1 വർഷത്തിനകമാണ് പാസ്സാക്കുന്നത്. ഇതിന് മെൻഷൻ ചെയ്ത് വരുന്നത് സെക്ഷൻ 70 അവാർഡ്സ് ഓൺ ഡിസ്പ്യൂട്ടിലെ സബ്സെക്ഷൻ 1ലാണ്. എന്നാൽ ഇതിന് അപ്പീലിയേറ്റ് അതോറിറ്റി ആയിട്ട് പറയുന്നത് സെക്ഷൻ 82 പ്രകാരം ട്രൈബ്യൂണലിലേക്കാണ് ഇതിൻ്റെ അപ്പീലിയേറ്റ് അതോറിറ്റി പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ആൻ അഗ്രീവ്ഡ് പാർട്ടി ഓഫ് ദ അവാർഡ് ഫ്രം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് മേ വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഷാൽ ഫയൽ ആൻ അപ്പീൽ ടു ട്രൈബ്യൂണൽ. PSCക്ക് പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രൈബ്യൂണലിന് മുമ്പാകെ ആർബിട്രേഷൻ കോർട്ട് അവാർഡ് പാസ്സാക്കിയാൽ ട്രൈബ്യൂണലിന് മുമ്പാകെയാണ് അതിന് അപ്പീലിയേറ്റ് അതോറിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. അത് എത്ര നാളിനകമാണ് പോവേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 15 days, ഓപ്ഷൻ ബി 30 days, ഓപ്ഷൻ സി 45 days, ഓപ്ഷൻ ഡി 60 days. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 60 ദിവസം. 60 ദിവസങ്ങൾക്കകമാണ് ഈ അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. ചെറിയൊരു നോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇത് മെൻഷൻ ചെയ്ത് വരുന്നത് സെക്ഷൻ 82ലാണ്. സെക്ഷൻ 82 വരുന്നത്. അതിനകത്ത് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് 60 ദിവസത്തിനുള്ളിലും അതിൽ ഓർഡർ പാസ്സാക്കുന്നത്, ട്രൈബ്യൂണൽ ഓർഡർ പാസ്സാക്കുന്നത് 6 മാസത്തിനകവും, അതുപോലെ ആ ഓർഡർ പാസ്സാക്കിയത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് ചെയ്യുന്നത് 15 ദിവസത്തിനകവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഡിസ്പ്യൂട്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി എഫക്റ്റീവ്ലി അഡ്ജൂഡിക്കേറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് ഡാഷ്. PSCക്ക് പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സർചാർജ്, ഓപ്ഷൻ ബി സൂപ്പർസെഷൻ, ഓപ്ഷൻ സി ആർബിട്രേഷൻ, ഓപ്ഷൻ ഡി ഓഡിറ്റ്. എന്താ ചോദിച്ചിരിക്കുന്നത്?
കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് അഡ്ജൂഡിക്കേറ്റഡ് എഫക്റ്റീവായിട്ട് അഡ്ജൂഡിക്കേറ്റ് ചെയ്യുന്നത്, ഫലപ്രദമായിട്ട് തീർപ്പാക്കുന്നത് ഏത് പ്രോസസ്സ് പ്രകാരമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ആർബിട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് കൺസിഡേർഡ് ആസ് മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് അണ്ടർ സെക്ഷൻ 69? ഡിസ്പ്യൂട്ടായി പരിഗണിക്കാത്തത് താഴെയുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബിറ്റ്വീൻ എ മെമ്പർ, പാസ്റ്റ് മെമ്പർ ആൻഡ് ദ സൊസൈറ്റി ഇറ്റ്സ് കമ്മിറ്റി. മെമ്പറോ പാസ്റ്റ് മെമ്പറും അത് അവർ സൊസൈറ്റിയോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുമായിട്ടോ ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ട്, അത് ഡിസ്പ്യൂട്ടായി പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അടുത്തത് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് അതർ സൊസൈറ്റി, അതും ഡിസ്പ്യൂട്ടായിട്ട് പരിഗണിക്കുന്നതാണ്. അടുത്തത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് എ ഷുവർട്ടി ഓഫ് ദ മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ. ജാമ്യക്കാരനും സൊസൈറ്റിയുമായിട്ടുള്ളതും ഡിസ്പ്യൂട്ടായി പരിഗണിക്കുന്നതാണ്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബിറ്റ്വീൻ ദ ഷുവർട്ടി ആൻഡ് കോ ഷുവർട്ടി ഓഫ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ. പാസ്റ്റ് മെമ്പറുടെയോ ഡിസീസ്ഡ് മെമ്പറുടെയോ കോ ഷുവർട്ടി, ജാമ്യക്കാർ തമ്മിൽ, അതായത് ഷുവർട്ടിയും കോ ഷുവർട്ടിയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് നമ്മളുടെ സെക്ഷൻ പ്രകാരം ഡിസ്പ്യൂട്ടായി പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 3 and 2 ഓൺലി, ഓപ്ഷൻ ബി 3 and 4 ഓൺലി, ഓപ്ഷൻ സി 2 and 4 ഓൺലി, ഓപ്ഷൻ ഡി 4 ഓൺലി. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാണ്? നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, 4 ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഫീ ഫോർ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഫോർ പെറ്റീഷൻ ഫയൽഡ് ബൈ എംപ്ലോയി ഓഫ് സൊസൈറ്റീസ് ഈസ് ഡാഷ്. CSEBക്ക് പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 1000, ഓപ്ഷൻ സി 5000, ഓപ്ഷൻ ഡി 3000. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എംപ്ലോയീസ് ഫയൽ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്, എംപ്ലോയീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1000. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു നോട്ട് നോക്കാം. റൂള് 67 റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ആണെന്ന് നമുക്കറിയാം. അതിൽ 10 ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഫീ ഫോർ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്, ഡിസ്പ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ഫീസാണ്. 2 ടൈപ്പ് ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് നമുക്കറിയാം, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. അപ്പോൾ മോണിറ്ററിയുടെ മിനിമം ഫീസ് എന്ന് പറയുന്നത് ഫയൽ ചെയ്യാനായിട്ട് 200 രൂപയും മാക്സിമം 5000 രൂപയാണ് വരുന്നത്. നോൺ മോണിറ്ററി ആണെങ്കിൽ എംപ്ലോയീസിന് 1000-ഉം എലക്ഷൻ ഡിസ്പ്യൂട്ടിന് 5000-ഉം മറ്റുള്ള ഡിസ്പ്യൂട്ടുകൾക്ക് 3000-ഉമാണ് വരുന്നത്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് ആൻ അവാർഡ് പാസ്ഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ബി കമ്മ്യൂണിക്കേറ്റഡ്? അവാർഡ് പാസ്സാക്കിയത് ആർബിട്രേഷൻ കോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബൈ ഓർഡിനറി പോസ്റ്റ്, ഓപ്ഷൻ ബി ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ, ഓപ്ഷൻ സി ഇൻ പേഴ്സൺ, ഓപ്ഷൻ ഡി ത്രൂ അഡ്വക്കേറ്റ്. PSCക്ക് പ്രീവിയസ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ ആയിട്ടാണ് അറിയിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് വരുന്നത് റൂൾ 68-ലാണ്. അതിനകത്ത് പറയുന്നുണ്ട് 2 പാർട്ടികൾക്കും ആ ഡിസ്പ്യൂട്ട് കൈകാര്യം ആർബിട്രേഷൻ കോർട്ടിൻ്റെ അടുത്തുനിന്നും അയച്ചു കൊടുത്ത് അറിയിക്കണം എന്നാണ്. 2 പാർട്ടികൾക്കും അറിയിക്കണം, വാദിക്കും പ്രതിക്കും അറിയിക്കണം. അതുപോലെ അത് ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്ത ഓഫീസിൽ 12 വർഷം വരെ ആ ഒരു ഓർഡറിൻ്റെ കോപ്പി സൂക്ഷിച്ചു വെക്കുകയും വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ആർബിട്രേഷൻ കോർട്ട് ഷാൽ ബി ആൻ അഡ്വക്കേറ്റ് ഹാവിംഗ് നോട്ട് ലെസ് ദാൻ ഡാഷ് ബാർ എക്സ്പീരിയൻസ്. ആർബിട്രേഷൻ കോർട്ടിൻ്റെ ഹെഡാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എത്ര നാളാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 5 years, ഓപ്ഷൻ ബി 10 years, ഓപ്ഷൻ സി 7 years, ഓപ്ഷൻ ഡി 3 years. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 7 years ബാർ പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർബിട്രേഷൻ കോർട്ട് നമുക്കറിയാം സെക്ഷൻ ഏതാണ്, സെക്ഷൻ 70A ആണ്. എന്നാൽ റൂള് 67 സബ് റൂൾ 4-ലാണ് പ്രിസൈഡിംഗ് ഓഫീസറെ സംബന്ധിച്ച ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അദ്ദേഹത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുന്നതും ഗവൺമെൻറ് തന്നെയാണ്. അതുപോലെ ബിസിനസ് അസസ് ചെയ്യുന്നതും ഗവൺമെൻറ് തന്നെയാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് ടേം. എക്സ്പീരിയൻസ് നോട്ട് ലെസ് ദാൻ 7
ഇയേഴ്സ് ആണ് വരുന്നത്. ഇനി സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആർബിട്രേഷൻ കോർട്ടിന് വേണ്ടി സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ 70A സബ്സെക്ഷൻ 4 പ്രകാരം ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, നോ ഡിസ്പ്യൂട്ട് എറൈസിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ എലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ഓർ an officer of the society shall be entertained by the cooperative arbitration court unless it is referred to it within dash from the date of election. എലക്ഷൻ കഴിഞ്ഞ് എത്ര നാളിനകം ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാകെ എലക്ഷൻ്റെ ഡിസ്പ്യൂട്ട് സബ്മിറ്റ് ചെയ്താലാണ് എടുക്കുക, അതിനെ ആർബിട്രേഷൻ കോർട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 30 days, ഓപ്ഷൻ ബി 2 months, ഓപ്ഷൻ സി 1 month, ഓപ്ഷൻ ഡി 60 days. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഒരു മാസത്തിനകം തന്നെ, എലക്ഷൻ കഴിഞ്ഞ് ഒരു മാസത്തിനകം തന്നെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് വരുന്നത് സെക്ഷൻ 69 സബ്സെക്ഷൻ 3 ഇത് മെൻഷൻ ചെയ്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, അവാർഡ്സ് ഓൺ ഡിസ്പ്യൂട്ട് ഈസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൂൾ 67, ഓപ്ഷൻ ബി സെക്ഷൻ 69, ഓപ്ഷൻ സി സെക്ഷൻ 70, ഓപ്ഷൻ ഡി സെക്ഷൻ 70B. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി സെക്ഷൻ 70 ആണ്. റൂള് 67 നമുക്കറിയാം, റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. 69 എന്ന് പറഞ്ഞ സെക്ഷൻ എന്താണ്? 69 ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. 70B എന്ന് പറയുന്നത് പെൻഡിങ് ഡിസ്പ്യൂട്ട് ഉള്ളത് ആർബിട്രേഷൻ കോർട്ടിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സെക്ഷനാണ് 70B എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ അവാർഡ് ഓർ ഓർഡർ പാസ്ഡ് ബൈ ദ ആർബിട്രേറ്റർ അണ്ടർ സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 70 ഓഫ് ദ ആക്ട് ഷാൽ ബി ഫോർവേഡഡ് ടു ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ദ പ്ലെയിൻറ്റിഫ്, ഓപ്ഷൻ ബി ദ റെസ്പോണ്ടൻസ് കൺസേൺഡ്, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി RCS. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആർബിട്രേറ്റർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു, ആർബിട്രേറ്റർ പാസ്സാക്കിയിരിക്കുന്ന അവാർഡ് സെക്ഷൻ 70 സബ്സെക്ഷൻ 4 പ്രകാരമാണ് ആർബിട്രേറ്റർ അവാർഡ് പാസ്സാക്കുന്നത്. അപ്പോൾ ആർബിട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് രജിസ്ട്രാർ ആണ്. അദ്ദേഹത്തിൻ്റെ അവാർഡ് ആർക്കാണ് ഫോർവേഡ് ചെയ്യേണ്ടത്? അവാർഡിൻ്റെ കോപ്പി ഫോർവേഡ് ചെയ്യേണ്ടത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രജിസ്ട്രാർ. പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ വാദിയും റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എതിർകക്ഷിയുമാണ്. ഇവർക്ക് ആർബിട്രേഷൻ കോർട്ടിൽ നിന്ന് തന്നെ അയക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് അയക്കുകയാണ് ചെയ്യുന്നത്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആർബിട്രേറ്റർ അവാർഡ് പാസ്സാക്കിയാൽ അത് ഫോർവേഡ് ചെയ്യേണ്ടത് രജിസ്ട്രാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 72 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഫോർ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കോൾഡ് ഡാഷ്. PSCക്ക് പ്രീവിയസ് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഒഫീഷ്യൽ അസൈനി, ഓപ്ഷൻ ബി അമിക്കസ് ക്യൂറി, ഓപ്ഷൻ സി ലിക്വിഡേറ്റർ, ഓപ്ഷൻ ഡി റിസീവർ. അസറ്റ് റിയലൈസ് ചെയ്യാനും അതുപോലെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാനും വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? അതും രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു ആസ് പെർ സെക്ഷൻ 72 പ്രകാരം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ലിക്വിഡേറ്റർ. അപ്പോൾ റൂൾ 69 പ്രകാരം എടുത്ത് പറയുന്നുണ്ട്, ലിക്വിഡേറ്ററെ ആസ് പെർ ഗസറ്റി നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് RCS അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടാണ്. ഇത് CSEBക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ലിക്വിഡേഷൻ പ്രൊസീജിയർ ഡിഫൈൻഡ് ഇൻ. ഏതിലാണ് ഡിഫൈൻ ചെയ്യുന്നത് ലിക്വിഡേഷൻ പ്രൊസീജിയർ എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 68, ഓപ്ഷൻ ബി സെക്ഷൻ 69, ഓപ്ഷൻ സി റൂൾ 69, ഓപ്ഷൻ ഡി റൂൾ 68. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, റൂൾ 69 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് അപ്പീലിയേറ്റ് അതോറിറ്റി ഇഫ് എനി ഓർഡർ മെയ്ഡ് ബൈ ലിക്വിഡേറ്റർ ഇൻ എക്സസൈസ് ഓഫ് ദ പവേഴ്സ് കൺഫേർഡ് ഓൺ ഹിം ബൈ സെക്ഷൻ 73 ഓഫ് ദ ആക്ട്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ട്രൈബ്യൂണൽ, ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ, ഓപ്ഷൻ സി ആർബിട്രേഷൻ കോർട്ട്, ഓപ്ഷൻ ഡി രജിസ്ട്രാർ. 73 പ്രകാരം, സെക്ഷൻ 73 പ്രകാരം പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ് 73 വരുന്നത്. ലിക്വിഡേറ്റർക്ക് ലഭിച്ചിരിക്കുന്ന പവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെതിരെ അപ്പീലിയേറ്റ് അതോറിറ്റി ആയിട്ട്, അദ്ദേഹത്തിൻ്റെ പവർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തിനെതിരെ അപ്പീലിയേറ്റ് അതോറിറ്റി ആരുടെ അടുത്താണ് പോവേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രജിസ്ട്രാർ.
ആസ് പെർ സെക്ഷൻ 83 1Gയിലാണ്, അപ്പീൽ ടു അതർ അതോറിറ്റീസ് ആണ് 83, അതിൽ 1Gയിലാണ് ഈ കാര്യം മെൻഷൻ ചെയ്ത് വരുന്നത്. ഇനി ലിക്വിഡേറ്റർ അവരുടെ പവർ യൂസ് ചെയ്താൽ രജിസ്ട്രാറുടെ അടുത്ത്, എന്നാൽ വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ അതിനെതിരായിട്ട് അപ്പീൽ പോകുന്നത് ആരുടെ അടുത്താണ്? 83 പ്രകാരം തന്നെയാണ് അത് പോകുന്നത്. രജിസ്ട്രാറാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓർഡർ പാസ്സാക്കുന്നത് രജിസ്ട്രാർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഹയർ ആയിട്ടുള്ള ഗവൺമെൻറ്റിലേക്കാണ് അതിന് അപ്പീൽ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ മെജോറിറ്റി ഓഫ് ഒപ്പീനിയൻ റിക്വയർഡ് ഫ്രം മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ടു വൂണ്ട് അപ്പ്? വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ഒപ്പീനിയൻ കിട്ടണം, എത്രയാണ് മെജോറിറ്റി വേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ് ആയിട്ട് PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 1/4 മെജോറിറ്റി, ഓപ്ഷൻ B 3/4 മെജോറിറ്റി, ഓപ്ഷൻ C നോ മെജോറിറ്റി, ഓപ്ഷൻ D നൺ ഓഫ് ദ എബവ്. മുഴുവൻ വിഭാഗവും പറഞ്ഞാൽ മാത്രമാണ് വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ പാസ്സാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്, 3/4 മെജോറിറ്റി വേണം. അപ്പോൾ വൈൻഡിങ് അപ്പിനെ സംബന്ധിച്ച് വരുന്നത് സെക്ഷൻ 71-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ലിക്വിഡേറ്റർ ഓഫ് എ സൊസൈറ്റി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ആസ് പെർ സെക്ഷൻ ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ജനറൽ ബോഡി 72 എന്ന് പറഞ്ഞ സെക്ഷനാണ് തന്നേക്കുന്നത്. അടുത്തത് ഓപ്ഷൻ B രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 73, ഓപ്ഷൻ C ജനറൽ ബോഡി സെക്ഷൻ 73, ഓപ്ഷൻ D രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 72. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്, രജിസ്ട്രാർ ആണ്, ആസ് പെർ സെക്ഷൻ 72 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ദ ടൈം പീരീഡ് ടു കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ ബൈ ദ ലിക്വിഡേറ്റർ ഓഫ് സൊസൈറ്റി? ലിക്വിഡേറ്റർ എത്ര നാളിനകമാണ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ് ആയിട്ട് PSCക്ക് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ഓപ്ഷൻ B 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ഓപ്ഷൻ C 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്, ഓപ്ഷൻ D 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്, 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ്. അപ്പോയിൻറ്റ് ചെയ്ത ഡേറ്റ് മുതൽ 3 വർഷത്തിനകമാണ് ഈ കാര്യം മെൻഷൻ ചെയ്ത് വരുന്നത്. സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ്. അതിൻ്റെ അകത്ത് 2A ഇതിനെക്കുറിച്ച് വരുന്നത്. ഈ ഒരു അപ്പീൽ, ഈ ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നതിൽ അപ്പീലിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ അപ്പീൽ പീരീഡ് ഇതിൽ കൺസിഡർ ചെയ്യുന്നതല്ല. ഈ 3 വർഷം അതിൻ്റെ ഉള്ളിൽ അപ്പീൽ പീരീഡ് കൺസിഡർ ചെയ്യുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നവയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. The registrar is satisfied that the final winding up of the affairs of the society is not possible on account of the destruction of the records. The registrar shall, by order in writing, can. ഫൈനൽ വൈൻഡിങ് അപ്പ് ചെയ്യാനായി സാധിക്കുന്നില്ല. എന്തുമൂലം? ആ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡുകൾ നശിപ്പിച്ചത് മൂലം സാധിക്കുന്നില്ല എന്നാണെങ്കിൽ രജിസ്ട്രാർ രേഖാമൂലം എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി, ഓപ്ഷൻ B അപ്പോയിൻറ്റ് ലിക്വിഡേറ്റർ, ഓപ്ഷൻ C റെഫർ ടു അതോറിറ്റി, ഓപ്ഷൻ D റിപ്പോർട്ട് ടു ഗവൺമെൻറ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്, ക്യാൻസൽ ദ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിന് ചെറിയൊരു നോട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ അകത്ത് 4 പോയിൻ്റായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ആ ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്, ഇഫ് നോ ലിക്വിഡേറ്റർ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആഫ്റ്റർ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ പാസ്സാക്കി 2 മാസമായിട്ടും 2 മാസം കഴിഞ്ഞിട്ടും ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ഇനി അടുത്ത കേസ് വരുന്നത്, ഇഫ് അപ്പീൽ ഫയൽഡ് എഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഫ്രം ദ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഓഫ് ദ ഓർഡർ ഇൻ അപ്പീൽ. വൈൻഡിങ് അപ്പിൻ്റെ ഓർഡറിനെതിരായിട്ട് അപ്പീൽ ഫയൽ ചെയ്തു, പക്ഷേ എന്നാലും അപ്പീലിലും വൈൻഡിങ് അപ്പ് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടും കൺഫേം ആയി. അങ്ങനെയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യും. ഇനി അടുത്തത്, ഇഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഹാസ് ബീൻ വൂണ്ട് അപ്പ് ബൈ ദ ലിക്വിഡേറ്റർ ഫൈനൽ വൈൻഡിങ് അപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞു, അവരുടെ അഫയേഴ്സ് എല്ലാം വൂണ്ടപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷനും രജിസ്ട്രാർ ക്യാൻസൽ ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
23ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ദ റിസർവ് ഫണ്ട് ഓഫ് ദാറ്റ് സൊസൈറ്റി ഷാൽ ബി യൂട്ടിലൈസ്ഡ് ഫസ്റ്റ് ഫോർ മീറ്റിംഗ് ദ ഡെപ്റ്റ് ഓഫ്. വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയുടെ റിസർവ് ഫണ്ട് ആദ്യം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ത് ഡെപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്രെഡിറ്റർക്കുള്ള ഡെപ്റ്റിനെ കുറിച്ചാണ് വന്നേക്കുന്നത്. ഓപ്ഷൻ ബി ഫിനാൻസിങ് ബാങ്ക്. ഓപ്ഷൻ സി ഷെയർ ഹോൾഡേഴ്സ്. ഓപ്ഷൻ ഡി ഗവൺമെൻറ്. അപ്പോൾ ഏറ്റവും ആദ്യം വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിയുമ്പോൾ, വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ലിക്വിഡേറ്റർ വന്നു കഴിയുമ്പോൾ എല്ലാ ഫണ്ടുകളും അതോടൊപ്പം തന്നെ റിസർവ് ഫണ്ടും അദ്ദേഹത്തിൻ്റെ കൈവശമായിരിക്കും. പിന്നെ അദ്ദേഹമാണ് അതിൽ നിന്നും ഡെപ്റ്റുകളെല്ലാം കൊടുത്തു തീർക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യമായി കൊടുത്തു തീർക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെൻറ്റിലേക്കുള്ള ഡ്യൂസ് ആണ് ഏറ്റവും ആദ്യം കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ ഇത് മെൻഷൻ ചെയ്ത് വരുന്നത് റൂൾ 61-ലാണ്. റൂൾ 61 ഒബ്ജക്ട്സ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ദെയർ ഓഫ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞ റൂളിലാണ് ഇത് മെൻഷൻ ചെയ്ത് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് വർക്കിംഗ് വിത്തിൻ ഡാഷ് മന്ത്സ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ അൺലെസ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഈസ് ഗ്രാൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ദ സൊസൈറ്റി ഷാൽ ബി ഡിസോൾവ്ഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PSCക്ക് വന്നതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? സൊസൈറ്റി ഷാൽ നോട്ട് കമൻസ് വർക്കിംഗ് വിത്തിൻ, എത്ര നാളിനകം വർക്ക് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലാണ്, അതും എക്സ്റ്റൻഷൻ പീരീഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞിരിക്കുന്ന സമയത്തിനകം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അവരെ സൊസൈറ്റിയെ ഡിസോൾവ് ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഓർഡർ പറയും. അപ്പോൾ വൈൻഡിങ് അപ്പിന് രജിസ്ട്രാർ ഓർഡർ ഇടുന്ന, സ്വമേധയാൽ ഓർഡർ ഇടുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അത് എത്ര നാളിനകം വർക്ക് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 6 months, ഓപ്ഷൻ സി 9 months, ഓപ്ഷൻ ഡി 12 months. പിന്നെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6 months. 6 മാസത്തിനകം വർക്ക് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലോ, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ പീരീഡ് ഒന്നും, എഗെയിൻ നമുക്കറിയാം എക്സ്റ്റൻഷൻ പീരീഡ് ആയിട്ട് വേണമെങ്കിൽ എഗെയിൻ ഒരു 6 മാസം നീട്ടി കൊടുക്കാം രജിസ്ട്രാർക്ക്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലോ, വർക്ക് ചെയ്ത് എന്നിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഈ സൊസൈറ്റിയോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഓർഡർ ഇടും. അപ്പോൾ ഇത് മെൻഷൻ ചെയ്ത് വരുന്നത് ആസ് പെർ സെക്ഷൻ 71 സബ്സെക്ഷൻ 2 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെമ്യൂണറേഷൻ പേയബിൾ ടു ലിക്വിഡേറ്റർ ഓഫ് എ സൊസൈറ്റി ഈസ് ഫിക്സഡ് ബൈ. ലിക്വിഡേറ്റർക്കുള്ള റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓപ്ഷൻ സി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ ഡി മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ആസ് പെർ സെക്ഷൻ 72 പ്രകാരം, ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ലിക്വിഡേറ്റർക്ക് റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ, ദ രജിസ്ട്രാർ മേ ഓഫ് ഹിസ് ഓൺ മോഷൻ ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഡയറക്റ്റ് ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി വെയർ. രജിസ്ട്രാർ സ്വമേധയാൽ വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടുന്ന കേസുകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 25. 25 പേര് വേണം സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ, അല്ലേ? അപ്പോൾ സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം 25-ൽ നിന്നും താഴേക്ക് പോയാൽ അതൊരു കേസാണ്. രജിസ്ട്രാർ വൈൻഡിങ് അപ്പിന് സ്വമേധയാൽ തന്നെ വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടും ഓർഡർ ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ചില വർക്കേഴ്സിന് വേണ്ടി സ്പെസിഫൈ ചെയ്ത് വർക്ക് ചെയ്യുന്ന ചില സൊസൈറ്റികൾ ഉണ്ടാകും. അതായത് എക്സാമ്പിളായിട്ട് ചെത്തു തൊഴിലാളി സൊസൈറ്റി പറയാം. അപ്പോൾ അവിടെ വർക്കേഴ്സിൻ്റെ എണ്ണം ഇത്ര വേണമെന്ന് അവരുടെ ബൈലോ പ്രകാരം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഒരു പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൽ നിന്നും വർക്കേഴ്സിൻ്റെ എണ്ണം താഴെ പോയാൽ അതും വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടുന്ന ഒരു കേസാണ്. ഇനി അടുത്തത് മൂന്നാമത്തത്, ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ് വർക്കിംഗ് വിത്തിൻ 3 months. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എത്ര നാളിനകമാണ് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. സൊസൈറ്റി വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് 6 മാസമാണ്. ഇവിടെ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ 6 മാസമാണ്. ഇവിടെ 3 months എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് 1ഉം 2ഉം കറക്റ്റാണ്, 3 തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 and 3, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 and 2 ആണ് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇത് മെൻഷൻ ചെയ്ത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 71 സബ്സെക്ഷൻ 2 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
27ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ദ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ദ അഫയേഴ്സ് ഓഫ് വിച്ച് ഹാവ് ബീൻ വൂണ്ട് അപ്പ് ഷാൽ ബി റീറ്റൈൻഡ് ബൈ ദ ലിക്വിഡേറ്റർ ഇൻ ഹിസ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ റിപ്പോർട്ട് റെഫേർഡ് ടു സെക്ഷൻ 73 സബ്സെക്ഷൻ 3. എന്താ സെക്ഷൻ 73 സബ്സെക്ഷൻ 3 എന്ന് പറയുന്നത് ലിക്വിഡേഷൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലിക്വിഡേറ്റർ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ എത്ര നാൾ വരെയാണ് ലിക്വിഡേഷൻ നടത്തിയ ആ സൊസൈറ്റിയുടെ ഡീറ്റെയിൽസ് ലിക്വിഡേറ്റർ സൂക്ഷിച്ച് വെക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പ്രീവിയസ് ആയിട്ട് PSCക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 5 months, ഓപ്ഷൻ B 3 months, ഓപ്ഷൻ C 5 years, ഓപ്ഷൻ D 3 years. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. 3 years ആണ്. 3 വർഷം വരെ സൂക്ഷിച്ച് വെക്കണം. അതിനുശേഷം രജിസ്ട്രാർ പറയുന്ന രീതിയിൽ ഇത് ഡിസ്പോസ് ചെയ്യണം. ഇതിനെ സംബന്ധിച്ച് വരുന്നത് റൂൾ 70 ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡേർഡ് ടു ബി വൂണ്ട് അപ്പ്. ഇതിനകത്താണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ പ്രപ്പോസൽ ഫോർ റിവിറ്റലൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ആൻ ഓർഡർ under section 71 subsection 2 has been passed is received by the registrar within a period of 1 year from the date of such order, the registrar may dash. എന്താ റിവിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ പുനരുദ്ധാരണം എന്നാണ് മീൻ ചെയ്യുന്നത്. പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് എന്താ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ആൻ ഓർഡർ അണ്ടർ സെക്ഷൻ 71 സബ്സെക്ഷൻ 2. 71 സബ്സെക്ഷൻ 2 നമ്മൾ പറഞ്ഞു രജിസ്ട്രാർ സ്വമേധയാൽ ഓർഡർ പാസ്സാക്കുന്ന 3 സിറ്റുവേഷൻസ് ആണ്. ആ സിറ്റുവേഷൻസിൽ ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് എന്നുള്ള കേസ്, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രജിസ്ട്രാർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ വിത്തിൻ 1 year 1 വർഷത്തിനകം ആപ്ലിക്കേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ രജിസ്ട്രാർ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ക്യാൻസൽ ദ വൈൻഡിങ് അപ്പ് പ്രോസസ് ആൻഡ് അലൗ ദ സൊസൈറ്റി ടു കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. എന്താ വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീഡിങ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ടും അവരോട് വർക്ക് ചെയ്തോളൂ എന്നുള്ളത് പറയും. ഇനി അടുത്തത് ഓപ്ഷൻ B കണ്ടിന്യൂ വിത്ത് വൈൻഡിങ് അപ്പ് പ്രോസസ്. വൈൻഡിങ് അപ്പ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓപ്ഷൻ C കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ CCU സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ D നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. അവരുടെ വൈൻഡിങ് അപ്പിൻ്റെ ക്യാൻസൽ ചെയ്യും. വൈൻഡിങ് അപ്പിൻ്റെ ആ ഒരു പ്രോസസ്സ് ക്യാൻസൽ ചെയ്ത് അവരോട് വർക്ക് ചെയ്തോളാൻ പറയും. പക്ഷേ 71 സെക്ഷൻ 71 സബ്സെക്ഷൻ 3 ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു കേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോളാൻ പറയുന്ന കേസ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ഒരെണ്ണമുണ്ട്. അത് ഏത് സൊസൈറ്റിയാണ്? 6 മാസത്തിനകം വർക്ക് ചെയ്ത് തുടങ്ങാത്ത സൊസൈറ്റി ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താലും അവരുടെ വൈൻഡിങ് അപ്പ് നിർത്തിവെക്കില്ല. അവരോട് വൈൻഡ് അപ്പ് ചെയ്തോളാൻ തന്നെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി. വൈൻഡിങ് അപ്പിന് റീസൺ അല്ലാത്ത ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ് PSCക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 25. 25 പേരിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വൈൻഡിങ് അപ്പിന് കാരണമാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി അടുത്തത് ഓപ്ഷൻ B ആയിട്ട് വന്നിരിക്കുന്നത് സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ് വർക്കിംഗ് വിത്തിൻ 5 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. 5 മാസമാണോ? 5 മാസമല്ല, 6 മാസമാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്തത് ഓപ്ഷൻ C രജിസ്ട്രാർ റിസീവ്ഡ് ആപ്ലിക്കേഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഫ്രം 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. നമ്മൾ പറഞ്ഞിരുന്നു 3/4 മെമ്പേഴ്സ്, അത്രയും മെജോറിറ്റി ഉള്ള മെമ്പേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടും. ഇനി അടുത്തത് ഓപ്ഷൻ D രജിസ്ട്രാർ ആഫ്റ്റർ കണ്ടക്ടിങ് ആൻഡ് എൻക്വയറി ഇൻസ്പെക്ഷൻ അണ്ടർ സെക്ഷൻ 65 or 66 ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ സൊസൈറ്റി ഓട്ട് ടു ബി വൂണ്ട് അപ്പ്. സെക്ഷൻ 65 പ്രകാരം ഒരു എൻക്വയറി നടത്തുമ്പോഴോ അല്ലെങ്കിൽ സെക്ഷൻ 66 പ്രകാരം ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴോ വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടണം എന്നുള്ള ഒരു ഒപ്പീനിയനാണ് രജിസ്ട്രാർക്ക് വരുന്നതെങ്കിൽ അദ്ദേഹം വൈൻഡിങ് അപ്പിന് ഓർഡർ ഇടും. അപ്പോൾ ഇത് എല്ലാം കറക്റ്റാണ്. ഏതാണ് അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? കാരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താ 5 മാസമല്ല 6 മാസത്തിനകമാണ് വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി.
കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലിക്വിഡേറ്ററുടെ പവേഴ്സുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട്സ് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി സൊസൈറ്റി ബൈ ദ നെയിം ഓഫ് ഹിസ് ഓഫീസ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ലിക്വിഡേറ്ററുടെ പേരിൽ തന്നെ സൊസൈറ്റിക്ക് വേണ്ടി കേസിൽ ഏർപ്പെടാനും സൊസൈറ്റിയുടെ ലീഗൽ പ്രൊസീഡിങ്സും മറ്റും അദ്ദേഹം ചെയ്യാനായിട്ട് സാധിക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഒരു പവർ തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 2, ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ സൊസൈറ്റി ആൻഡ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. സൊസൈറ്റിക്ക് എതിരായുള്ള എല്ലാ ക്ലെയിമുകളെക്കുറിച്ചും ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അതും അദ്ദേഹത്തിനുള്ള ഒരു പവറാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്തത് മൂന്നാമത്തത് ടു അപ്പോയിൻറ്റ് ദ ഡയറക്ടർ ഓഫ് എ കമ്പനിയുടെ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പവർ അദ്ദേഹത്തിന് വരുന്നില്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിറ്റർമിൻ വെദർ എനി പേഴ്സൺ ഈസ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ നോമിനി ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. ഏതൊരു വ്യക്തിയെയും മെമ്പറാണോ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പറാണോ അല്ലെങ്കിൽ ഡിസീസ്ഡ് മരണപ്പെട്ടു പോയ മെമ്പറിൻ്റെ നോമിനിയാണോ എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യൽ അദ്ദേഹത്തിൻ്റെ പവർ തന്നെയാണ്. അപ്പോൾ ഇതും ആൻസറായിട്ട് വരും. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 1, 2 and 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻ A ഓൺലി 1, 2, ഓപ്ഷൻ B ഓൾ ഓഫ് ദ എബവ്, ഓപ്ഷൻ C ഓൺലി 1, 2, 3, ഓപ്ഷൻ D ഓൺലി 1, 2, 4. അപ്പോൾ ആൻസർ ഏതാണ്? 1, 2, 4 ആണ് ആൻസറായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 73-ലാണ്. അപ്പോൾ ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു വെരി മച്ച്.